Good morning, sir. Good morning, sir. Good morning. ഹലോ, മാനേജറോട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സാർ. യെസ്. ആരായി 105-ൽ താമസിക്കുന്ന വിജയ്? കൽക്കട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻഷുറൻസ് ഏജന്റാണ്. അയാൾ റൂമിന്റെ റെന്റ് കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല സാർ. പിന്നെന്തിനാ റൂം കണ്ടിന്യൂ ചെയ്യുന്നത്? അയാളുടെ കമ്പനിയിൽ നിന്ന് പൈസ വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ മോഹൻ, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇന്ന് സെറ്റിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലഗേജ് എല്ലാം എടുത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ പറയും. ക്ഷമിക്കണം സാർ. വിജയ് എപ്പോൾ വന്നാലും നമ്മുടെ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരുന്ന ഒരാളാണ്. ഇനി 2 ദിവസം കൂടി ക്ഷമിക്കാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നാളെ എല്ലാവർക്കും ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ്. റൂം എടുക്കുന്നവർ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിജയോട് സംസാരിക്കാം സാർ. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? എനിക്ക് ഡോക്ടർ അരവിന്ദനോടൊന്ന് സംസാരിക്കണം. യെസ്, അരവിന്ദ് സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാനവിടെ ട്രീറ്റ്മെന്റിലുള്ള ലക്ഷ്മി അമ്മയുടെ മോനാണ് വിജയ്. എനിക്കിന്ന് കൽക്കട്ടയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് അമ്മയെ ഒന്ന് കണ്ടിട്ട് പോയാൽ കൊള്ളുന്നുണ്ട് ഡോക്ടർ. ഐ എം സോറി വിജയ്, ഇന്ന് നിന്റെ അമ്മേനെ കാണാൻ പറ്റില്ല. ഹെൽത്ത് മിനിസ്റ്റർ വിസിറ്റിങ്ങിന് വരുന്നതുകൊണ്ട് രോഗികളെ ആരെയും സന്ദർശിക്കാൻ ഇന്ന് അനുവാദമില്ല. വേണമെങ്കിൽ നാളെ വന്ന് കണ്ടോളൂ. എനിക്ക് വരാൻ പറ്റില്ല ഡോക്ടർ. അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കുറേ മാസങ്ങളായിട്ട് ഞാൻ ലീവിലാണ്. ഇനിയും വൈകിയാണെങ്കിൽ എനിക്ക് എൻ്റെ ജോലി പോവും. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. അതുവരെ ക്ഷമിക്കൂ. ഓക്കെ? ഓക്കെ ഡോക്ടർ. ഹലോ, അതെ വിജയാണ്. വാട്ട്? അമ്മ പുറത്തു പോയെന്നോ? നിങ്ങൾ എന്തായി പറയുന്നേ? ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഇപ്പൊ തന്നെ വരികയാണ്. കോളേ, ഇവിടെ വാ. കുഞ്ഞിക്കോഴി, എത്ര വില? കോഴിക്ക് 25 രൂപ. കോഴിയുടെ വില 25? അതോ നിന്റെ വില 25 ആണോ? പായടക്കടാ. നല്ല കൊഴുത്ത കോഴിയാണല്ലോടി. നിന്നെ കാണുമ്പോ എനിക്ക് അമ്മ എന്ത് പറ്റി? അമ്മ എന്ത് പറ്റി? ഇവിടെ നിൽക്ക്.
കൊള്ളാലോ. ഒരു മിനിറ്റ്, ഇത് പിടിച്ചേ. ആ, പൊക്കോ പൊക്കോ. ഒരു മിനിറ്റ്, വാ. വരട്ടെ അമ്മേ. ജി ബോഡി അയ്യോ അമ്മേ, ഐ എം സോറി വിജയ്. നടന്ന കാര്യത്തിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം. ലക്ഷ്മി അമ്മ ഇങ്ങനെ വയലന്റ് ആവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നേഴ്സ്, യെസ് ഡോക്ടർ. ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോയി മരുന്ന് കൊടുക്കൂ. വേണ്ട ഡോക്ടർ, വരൂ. വേണ്ട. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ചികിത്സയിൽ എനിക്ക് വിശ്വാസമില്ല. എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാണെന്ന് പറയാനാണ് ഞാൻ വന്നത്. വേണ്ട വിജയ്, ഈ അവസ്ഥയിൽ നിന്റെ അമ്മ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. നോക്കൂ വിജയ്, വേലൂർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സിറിയക് ജോണുമായിട്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം നിന്റെ അമ്മേനെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വരെ നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറയണ മനസ്സിലായില്ലേ? പ്ലീസ്. ആ, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോയിക്കോളൂ. വരൂ. ഡോക്ടർ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്റെ അമ്മ എനിക്ക് പഴയ പോലെ തിരിച്ചു കിട്ടുമോ? തീർച്ചയായിട്ടും. നീ ഈ കാര്യത്തിൽ യാതൊരു വിഷമവും എടുക്കണ്ട. ബ്രെയിനിന് ക്ഷതമുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും. ഈ ലോകത്തിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഡോക്ടർ. എല്ലാം എനിക്കറിയാം. നിന്റെ അമ്മയെ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടോളാം. വേലൂർ പോകുമ്പം പണം കൂടുതൽ ചിലവാകും, പക്ഷേ നിന്റെ അമ്മയെ പഴയതുപോലെ നിനക്ക് തിരിച്ചു കിട്ടും. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ, 105 റൂമിന്റെ ചാവി തരൂ. ക്ഷമിക്കണം സാർ, മുതലാളി റൂം കാലി ചെയ്ത് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. പ്ലീസ് സാർ. എന്റെ പ്രശ്നം മാനേജർക്ക് അറിയാലോ. കൽക്കട്ടയിൽ പോയിട്ട് വന്നതിന് ശേഷം പേയ്മെന്റ് കൊടുത്താൽ മതിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണല്ലോ. മുതലാളി സമ്മതിക്കില്ല സാർ. മാനേജർ പറഞ്ഞു സാറിനോട് എത്രയും പെട്ടെന്ന് മുതലാളി ഒന്ന് കാണാൻ. ഓഹോ, അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? മേലെയുണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. ആ വിജയ് ഇരിക്കെ.
താങ്ക് യു സർ. ഇരിക്കേ. ആഹാ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഈ ഹോട്ടൽ വാങ്ങിച്ചതിൻ്റെ കട ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ബിസിനസ് മൈൻഡിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. എനിക്ക് ഒരു 3 ദിവസത്തെ സമയം കൂടെ വേണം. സമയമല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ്. എന്താ സാർ ഈ പറയുന്നത്? നിങ്ങൾ ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ മാനേജറുടെ കൊടുത്തിട്ടുണ്ട് സർ. അതെല്ലാം ഞാൻ കണ്ടു. LIC മാരിയല്ലേ? അതിനേക്കാളും ബെനിഫിറ്റ് ഉണ്ട് സർ. സ്വത്തെല്ലാം ഇൻഷുർ ചെയ്യാം. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ എത്ര ലക്ഷം വേണമെങ്കിലും ലോൺ വാങ്ങുകയും ചെയ്യാം. വെരി ഗുഡ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി ഹൈ റേഞ്ചിലുണ്ട്. ദേവമാത ഡയറി ഫാം. എസ്റ്റേറ്റിൽ അവരുടെ ബംഗ്ലാവും ഉണ്ട്. ആ ഡയറി ഫാമിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് സർ. അതിൻ്റെ മുതലാളിയാണ് ഫെർണാണ്ടസ്, അയാളുടെ ഭാര്യ റോസി. എന്നാൽ വിജയ്, അവരെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ അച്ഛനും മകനുമാണെന്നേ എല്ലാവർക്കും തോന്നുള്ളൂ. പക്ഷേ പ്രായത്രയൊക്കെ ആയിട്ടും ഫെർണാണ്ടസിന് പണം സമ്പാദിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനുള്ള കഴിവൊന്നും നഷ്ടപ്പെട്ടിട്ടേയില്ല. അവര് സാറിൻ്റെ എന്തെങ്കിലും ബന്ധത്തിലുള്ളവരാണോ? റോസി എൻ്റെ റിലേറ്റീവാണ്. ഫെർണാണ്ടസിന് എന്തെങ്കിലും സംഭവിച്ചാൽ റോസിക്ക് ഒന്നുമില്ലാതെ അനാഥയാവാതിരിക്കാൻ നീ ഒരു സഹായം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത് സർ? ഫെർണാണ്ടസിന്റെ എല്ലാ സ്വത്തുക്കൾക്കും അടുത്ത അവകാശിയായിട്ട് റോസിയെ ഇൻഷുർ ചെയ്യണം. ഫെർണാണ്ടസ് എന്നെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാം. അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നിന്നെ അങ്ങോട്ട് അയക്കുന്നത്. റോസി എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ തലയിടുന്ന കാര്യം ഫെർണാണ്ടസ് അറിയാനേ പാടില്ല. എല്ലാം സക്സസ് ആവുകയാണെങ്കിൽ നിന്റെ അമ്മയെ ചികിത്സിക്കാനുള്ള പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. താങ്ക് യു സർ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം. നാളെ തന്നെ പുറപ്പെട്ടോളൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇരിക്കൂ, ഞാൻ ബാത്റൂമിലായിരുന്നു. ദേ ഇപ്പൊ വരാം. ഐ ആം സോറി. സാരമില്ല, ഇരുന്നോളൂ. സോറി, ബോറടിച്ചോ? ഇല്ല. സാരമില്ല, ഇരിക്കോ. എന്താ പേര്? വിജയ്.
എന്റെ പേര് റോസി. അറിയാം. ഓ, ജെയിംസ് പറഞ്ഞാണോ? അതെ. ജെയിംസ് എനിക്ക് ഫോൺ ചെയ്തപ്പോ നിങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നു. ചായ കുടിക്കോ? എനിക്ക് വേണ്ട. കുടിക്കുന്നേ? എനിക്ക് കുടിക്കണമെന്ന് തോന്നി. പക്ഷെ ഒരാൾ അടുത്തിരിക്കുമ്പോ തനിച്ചു കുടിക്കുന്നത് മാനേഴ്സ് അല്ലല്ലോ. പ്ലീസ്, കമ്പനിക്കായി കുടിക്കുന്നേ. അദ്ദേഹം എപ്പോ വരും? രാത്രിയാകും. അതിനു മുൻപ് അദ്ദേഹത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ജെയിംസ് എന്നോട് പറഞ്ഞിരുന്നു. ജെയിംസിനേക്കാളും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ധാരാളം പറയാനുണ്ട്. പറയൂ. നിങ്ങൾ വന്ന കാര്യം നടക്കണമെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനോട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കള്ളം പറയേണ്ടി വരും. ഇല്ല, കള്ളം പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നോ, കള്ളം പറയേണ്ടി വന്നാലും ഇപ്പൊ കാര്യം നടക്കണമെന്നുള്ളതാണ് നിങ്ങളുടെയും എന്റെയും ആവശ്യം. സ്വത്ത് ഇൻഷുർ ചെയ്തില്ലെങ്കിൽ അമ്മയുടെ അസുഖം ഭേദമാക്കാൻ ജെയിംസ് നിങ്ങൾക്ക് പണം തരുമോ? അതെ. സംശയിക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ലോകത്തിൽ ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത നുണയെ ഞാൻ എന്റെ ഭർത്താവിനോട് പറയൂ. അദ്ദേഹത്തിന് എസ്റ്റേറ്റ്സ് ഉണ്ട്, പിന്നെ ഇതേപോലെ ധാരാളം ബംഗ്ലാവുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ബിസിനസ് ഡയറി ഫാമാ. നിങ്ങളായിരുന്നോ? കേറി വരൂ. ആയിക്കോട്ടെ. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടും അദ്ദേഹത്തെ കാണാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവ് ഒരു ബിസിനസ് മാൻ ആണെന്ന്. ഇൻഷുറൻസിന്റെ കാര്യത്തെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ തീർച്ചയായും പറയാം. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് പോയാൽ മതി. അതിരിക്കട്ടെ, പക്ഷെ അദ്ദേഹം എപ്പോ വരും? വരുമ്പോ വരട്ടെ. അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോളൂ. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരി, ഞാൻ താക്കോല് തരാം. ഇപ്പൊ യാത്രാക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ചുനേരം ഇവിടെ തന്നെ വിശ്രമിച്ചോളൂ. വേണ്ട, ചാവി തന്നാ മതി. അതെന്താ, എന്നോട് ഇവിടെ സംസാരിച്ചിരിക്കാൻ ബോറടിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, പെണ്ണുങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലാത്ത പോലെ മാറിപ്പോന്നേ? എപ്പോഴും സ്ത്രീകളോട് കുറച്ച് അകലം കാണിക്കുന്നതാണ് നല്ലത്. എന്നാ പെണ്ണ് തന്നെ അടുത്ത് വരുന്ന സ്ഥിതിയായാലോ? ഇല്ല, ഏത് സിറ്റുവേഷനിലും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ അറിയാം. ചാലഞ്ച് ആണോ? ചാവി തന്നേക്ക്. താങ്ക് യു. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിക്കോളാം. അതുകൊണ്ടല്ല, വിശ്രമിക്കാൻ പറഞ്ഞിട്ട് തന്നെ വരാത്ത ആളല്ലേ. അവിടെ പോയി വരാന്തയിലോ മറ്റോ കിടന്നാലോ? ഞാൻ വരാന്തയിലൊന്നും പോയി കിടക്കൂല. നിങ്ങളൊന്ന് ഇറങ്ങും. ഞാൻ ഇറങ്ങില്ല. വരുന്ന ഗസ്റ്റിനെ നല്ലോണം സ്വീകരിക്കേണ്ടത് എന്റെ കടമയല്ലേ. അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലോ? ഞാൻ അവിടെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങളൊന്ന് ഇറങ്ങും. വണ്ടി ഒന്ന് എടുക്ക സർ. ഓ, താക്കോല് തരൂ. വരൂ. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വരൂ, നമുക്ക് വീടൊക്കെ ചുറ്റിക്കാണാം. വരൂ, ഇതാണ് കിച്ചൺ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇവിടെ പാചകമൊന്നും വേണ്ട. ആഹാരമൊക്കെ ഞാൻ സമയത്തിന് കൊണ്ടുവന്നേക്കാം. അതൊന്നും വേണ്ട. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. എന്നുവെച്ചാ നിങ്ങൾക്ക് ജീവിതത്തിലൊരു ജീവിത പങ്കാളിയെ വേണ്ടെന്നാണ് അർത്ഥം അല്ലേ? നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ട ഇഷ്ടമല്ലേ? ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല.
മറ്റുള്ള റൂമുകളൊക്കെ കാണണ്ടേ? ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടെ വരാറുള്ളൂ. ഇതാണ് ബെഡ്റൂം. രാത്രിയില് കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ തോക്കില് ബുള്ളറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഹണ്ടിങ്ങിന് പോകണമെങ്കിൽ അതിനും ഉപയോഗിക്കാം. ഇതിനകത്ത് തണുപ്പിനിടാനുള്ള സ്വെറ്ററും മഫ്ലറും ഒക്കെ ഉണ്ട്. ഇന്ത്യനും ഉണ്ട്, ഫോറിനും ഉണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്? ബ്യൂട്ടിഫുൾ. ഇത് ശരിക്കും ഗസ്റ്റ് ഹൗസ് അല്ല, സ്വർഗമാണ്. പാരഡൈസ് ഓൺ ദ എർത്ത്. സ്വർഗം എന്ന് വെച്ചാ ബെഡ്റൂമിൽ ഒരു കൂട്ടും കൂടി വേണ്ടേ? അതിനിഷ്ടമുണ്ടെങ്കിൽ ഞാനുണ്ട്. റോസി, എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഞാനിവിടെ വരാന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ കണ്ട അന്ന് മുതൽക്ക്. റോസി, ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം. വീണ്ടും വീണ്ടും അത് പറയണ്ട. റോസി ഇപ്പൊ പൊക്കോളൂ. ഞാൻ ഇനി നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല. ദയവ് ചെയ്ത് പോകൂ. ഇപ്പൊ പോയാലും ഞാൻ പിന്നെയും വരും. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ എന്റെ ഭർത്താവിനോട് പറയാം. വളരെ നന്ദി. വീണ്ടും കാണാം. അമ്മയെ രക്ഷിക്കണമെങ്കിൽ ഇതെല്ലാം സഹിച്ചേ പറ്റൂ. വേറെന്താ ചെയ്യാ? ഇവിടെ എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ റോസി, നീ ഇന്ന് വളരെ സന്തോഷത്തിലാന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താണെന്ന് പറയൂ. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ കാര്യം? എനിക്ക് ഓർമ്മയുണ്ട്. അയാള് വിചാരിച്ച ലക്ഷക്കണക്കിന് രൂപ ലോൺ കിട്ടും. നമുക്ക് സ്വന്തമായിട്ടുള്ള ഡയറി ഫാം ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിലുള്ള സ്ഥാപനമാക്കി മാറ്റാം. അയാളെ മറ്റാരും കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാനായി അയാളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. റോസി ഡാർലിംഗ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത്, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്. നിന്നെ സന്തോഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. താങ്ക്സ്. മതിന്നേ, വേണ്ട, വാ വാന്നേ, വരാൻ വാ. റോസി, നിനക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ ആരോടാ ദേഷ്യപ്പെടേണ്ടത്? ഇന്നലെ ഞാൻ നല്ല മൂഡിലായിരുന്നു. വേറെ എന്തെങ്കിലും പറയാമോ? റോസിക്കൊരു കാര്യം അറിയോ? ഈ ആഴ്ച ഒരു പുതിയ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ പോവാ. ആ സ്ഥലം ഒന്ന് നോക്കിട്ട് വരാം. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. വരുന്നില്ലെങ്കിൽ എങ്ങനെയാ? എസ്റ്റേറ്റ് നിനക്ക് ഇഷ്ടപ്പെടണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ മതി. ഓൾ റൈറ്റ്, അപ്പൊ ഞാൻ പുറപ്പെടും.
ഇൻഷുറൻസ് ഏജന്റിനോട് എന്താ പറയേണ്ടത്? ഓ, ഞാൻ പറഞ്ഞല്ലോ, അയാളോട് എന്റെ ഡയറി ഫാമിൽ വന്ന് കാണാൻ പറയും. അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. ഉം? ഉം. എടുത്തോളൂ. കാട്ടുപ്രാവിന്റെ ഇറച്ചിക്ക് നല്ല രുചിയായിരിക്കും. എത്ര രുചിയുണ്ടെങ്കിലും വേറൊരാൾക്ക് അവകാശപ്പെട്ടതിനെ ഞാൻ കഴിക്കാറില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ മറ്റൊരാളുടെ പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണത്തിനായിരിക്കും കൂടുതൽ രുചിയുള്ളത്, അല്ലേ? ആ, അതിരിക്കട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം അദ്ദേഹമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാനിത് ഉണ്ടാക്കി തരാം. സ്നേഹത്തോടെ തരുന്നത് സ്വീകരിക്കണം. ഇനിയും എന്നെ വെറുക്കരുത് മിസ്റ്റർ വിജയ്. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അതിനു വേണ്ടി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അകത്തേക്ക് വരൂ. നോ, ഞാൻ അത് കഴിക്കാറില്ല. ഭാഗ്യശാലി. എന്നെപ്പോലെയുള്ളവർക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഇത് വേണം. ഇന്നലെ രാത്രി ഇതില്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്തുപറ്റി? ഒന്ന്, ദാമ്പത്യ സുഖമില്ലാത്ത എന്റെ ജീവിതം വെറുത്ത്. മറ്റൊന്ന്, എന്റെ സ്നേഹം അംഗീകരിച്ച് നിങ്ങൾ എന്നെ സ്വീകരിക്കാത്തതുകൊണ്ട്. റോസി, നീ ഫെർണാണ്ടസിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മാത്രം ഒരിക്കലും മറക്കരുത്. ഞാൻ ഭാര്യ തന്നെയാ, പക്ഷെ ബെഡ്റൂമിലല്ല. അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായി ഞാൻ ഭാര്യയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നവർക്ക് എന്നെപ്പോലെ ഒരു ഭാര്യയെ കാണാൻ പറ്റില്ലെന്ന് പറയും. ബംഗ്ലാവുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, പണക്കാരനായ ഒരു ഭർത്താവും ഉണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന് ആണത്വം ഇല്ല. എന്റെ ഭർത്താവ് യാതൊരു വികാരവും ഇല്ലാത്ത ഐസ് കട്ടയാ, മരക്കട്ടയാ. ഞാനിങ്ങനെ ഒരു നാണവും ഇല്ലാതെ എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? ഇല്ല റോസി, നിന്നോട് സഹതാപമാണ് തോന്നുന്നത്. എനിക്ക് എന്താ നിങ്ങളോട് ഇത്ര ആഗ്രഹം? എന്തിനാ നിങ്ങളെ കൊതിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളോട് എനിക്കുള്ള മോഹം കൊണ്ടാണോ? ഒരു തവണ, എനിക്കത് പറയാൻ അറിയില്ല. ഒരു എൻജോയ്മെന്റിന് വേണ്ടി അല്പനേരം എന്നോടൊപ്പം ചെലവാക്കൂ പ്ലീസ്. റോസി, ഐ ആം സോറി. എന്നെ കുറിച്ചൊന്നും അറിയാതെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്നെ സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്റെ അമ്മ ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഒരേ ഒരു സഹോദരി ഉണ്ടായിരുന്നതിനെ കാണാനുമില്ല. ഞാൻ വിദേശത്തായിരുന്നപ്പോഴാണ് എന്റെ കുടുംബം തകർന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ എന്റെ അമ്മയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ് ജെയിംസ് പറഞ്ഞത് കേട്ട് ഞാനിവിടെ വന്നു ചേർന്നത്. നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങളുടെ അമ്മയെ ഞാൻ രക്ഷിച്ചോളാം. എന്നെ വിശ്വസിക്കൂ. റോസി, ഞാൻ നിങ്ങളിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് മാത്രം മതി. ഇല്ല റോസി. അങ്ങനെ പറഞ്ഞ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. നോ റോസി. ഏയ്, റോസി, എന്തായി കാണിക്കുന്നത്? ഞാൻ മരിക്കാൻ വിട്. പോവാ. ഏയ്, വിടാൻ. എന്നെ വിട്. റോസി, പറയുന്ന കേക്ക്. I love you, Rosie. I love you.
ഹായ് വിജയ്, കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചതിന് എന്റെ അഭിനന്ദനങ്ങൾ. റോസി, നമ്മൾ ഈ ചെയ്യുന്നൊന്നും ശരിയല്ല. എനിക്ക് ശരിക്കും കുറ്റബോധം തോന്നുന്നു. അതെന്തിനാ? നിങ്ങൾ എന്റെ ബെഡ്റൂമിലേക്ക് വന്നാലേ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ. പക്ഷെ ഞാനല്ലേ ഇങ്ങോട്ട് വരുന്നത്. എന്നാലും ഡോണ്ട് വറി, ഇന്ന് ബംഗ്ലാവിലേക്ക് വിരുന്നിന് ക്ഷണിക്കാനായി അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. റോസി, ഈ കാര്യത്തിനെല്ലാം ഞാൻ നന്ദി പറയേണ്ടത് ജെയിംസിനോടാണ്. വിജയ്, നിങ്ങൾക്ക് ജെയിംസിനെ പറ്റി ശരിക്കറിയില്ല. എന്റെ ഭർത്താവിന്റെ സ്വത്തുകളൊക്കെ ഇൻഷുർ ചെയ്യാനും എന്നെ അദ്ദേഹത്തിന്റെ അവകാശിയാക്കാനും ആ ജെയിംസ് നിങ്ങളോട് പറഞ്ഞത് സ്നേഹം കൊണ്ടല്ല. പിന്നെ അതിന്റെ പിന്നിൽ ഞാൻ ഭയപ്പെടുന്ന പല രഹസ്യങ്ങളും ഉണ്ട്. എന്താണത്? പറയേണ്ട സമയം വരുമ്പോ ഞാനതൊക്കെ പറയാം. അയാളുടെ കയ്യിൽ നിന്ന് നയ പൈസ പോലും നിങ്ങൾ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ എഴുതിക്കോളൂ പ്ലീസ്. ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയാ. ഇത് വാങ്ങിക്ക. സാർ, യെസ്. രജിസ്റ്റർ തപാൽ സാർ. ആ, സാർ, അത് ഇവിടെ ഒരു ഒപ്പിട്ടേ. ആ. പോയിട്ട് വരാം സാർ. താങ്ക് യു. റോസി, റോസി, എന്നെ വിളിച്ചോ? റോസി, എ ഗുഡ് ന്യൂസ്. എന്താ? നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പനി ഏറ്റു. ഞാനും വിജയും കൽക്കട്ടയ്ക്ക് പോകേണ്ടി വരും. എന്നാ പോകുന്നത്? വരുന്ന 10-ാം തീയതിക്കുള്ളിൽ, റെക്കോർഡ് 10-ാം തീയതിക്കുള്ളിൽ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു. വിജയന്റെ അടുത്ത് പറഞ്ഞിട്ട് ഏർപ്പാടാക്കാം. ഇപ്പം അയക്കാം. വിജയുടെ കത്തോ ഫോണോ വല്ലതും വന്നിരുന്നോ? ഇല്ലേ സാർ. ഫെർണാണ്ടസും വിജയും കൽക്കട്ടയ്ക്ക് പോയിന്ന് ഞാൻ എയർപോർട്ടിൽ വെച്ച് തന്നെ അറിഞ്ഞു. സാർ, വിജയിന്റെ പെട്ടിപ്പടുക്ക ഇവിടെ തന്നെ ഉണ്ട് സാർ. അതെനിക്കറിയാം. ഞാൻ പറഞ്ഞയച്ച കാര്യങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ വിജയ് ഇങ്ങോട്ട് തന്നെ വരും. എന്നാലും വിജയ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട. ശരി സാർ. ഹലോ, എന്ത്? കൽക്കട്ടന്നാണോ? ആ, പറയൂ. യെസ്, റോസി തന്നെ. ഇത് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് വരികയാണെന്നാണോ? ശരി, ഞാൻ കാറും കൊണ്ട് എയർപോർട്ടിലേക്ക് വരാം. ആ ശരി, ഓക്കെ. ജെയിംസ്, വിജയ്, നീ നല്ല ആളാണല്ലോ. എന്നോടൊരു വാക്ക് പോലും പറയാതെ കൽക്കട്ടയ്ക്ക് പോയി കളഞ്ഞല്ലോ. എന്നോട് ക്ഷമിക്കണം. എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാവുന്നതിന് മുമ്പ് ഞാൻ എന്താ പറയാ. ഇപ്പൊ എന്തു പറ്റി? ഫെർണാണ്ടസിന്റെ സ്വത്തുക്കളെല്ലാം ഇൻഷുർ ചെയ്തതുകൊണ്ട് 30 ലക്ഷം രൂപ ലോൺ സാങ്ഷനായി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ആദ്യത്തെ പടി പൂർത്തിയായി. ആദ്യത്തെ പടിയോ? അതെല്ലാം കഴിഞ്ഞില്ലേ? ഫെർണാണ്ടസിന്റെ അക്കൗണ്ടിലേക്ക് പണവും വന്നു കഴിഞ്ഞു. വിജയ്, നിനക്കറിയില്ല, ഞാൻ പറഞ്ഞത് എന്റെ മനക്കണക്കിന്റെ കാര്യമാണ്. അത് ശരി. അപ്പോൾ അടുത്ത അവകാശി റോസി തന്നെയല്ലേ? അതെ. അപ്പോ ഫെർണാണ്ടസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ജെയിംസ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ശരി, താങ്ക് യു. ഒരു പക്ഷേ ഫെർണാണ്ടസിന് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം റോസിക്ക് തന്നെയല്ലേ കിട്ടുക? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് സാധിക്കാനുണ്ട്. അതാണ് രണ്ടാമത്തെ ഘട്ടം. മനസ്സിലായില്ല? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിനക്കിപ്പോൾ കാശ് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. അപ്പോൾ അമ്മയുടെ കാര്യം? കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വെച്ച് ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഒരിക്കലും മറക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. ഇപ്പം തന്നെ പോണോ? അതെ, റിസപ്ഷനിൽ കൊടുക്കേണ്ടായിരുന്ന പണമെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിന്നെ എനിക്ക് കാണണമെങ്കിൽ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ മതി. അപ്പോൾ എൻ്റെ അഡ്രസ്സ് അവർ തരും. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ. ലക്ഷ്മി അമ്മേനെ ഇനി വേലൂര് കൂട്ടിക്കൊണ്ട് പോകണ്ട. ഇപ്പം നോർമലായിട്ടായിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സിറിയക് ജോൺ ഈ ആഴ്ചയിൽ ഇവിടെ വരും. അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാം. അതെല്ലാം ഡോക്ടർ തീരുമാനിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഈ കാർഡിലുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. അമ്മേനെ കാണുന്നില്ലേ? അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ.
ബൈ. ഫെർണാണ്ടസ് ഡയറി ഫാമിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ റോസി തനിച്ചായിരിക്കും ബംഗ്ലാവിൽ. ജെയിംസ്, നീയോ? അതെ, ഫെർണാണ്ടസ് ഒന്ന് പുറത്തേക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേരമേ കാത്തിരിക്കാന്നറിയോ? എന്തിന്? എന്തിനെന്നോ? നീയാണോ റോസി ഇങ്ങനെ ചോദിക്കുന്നത്? നിറയെ സ്വത്തും പണമെല്ലാം വന്നു കഴിഞ്ഞപ്പോ നിന്റെ സ്വഭാവം മാറിപ്പോയല്ലോ റോസി. ജെയിംസ്, നിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ആശ്രയം തേടി വന്നത്. ഇനിയും എന്നെ ഉപദ്രവിക്കരുത്. റോസി, ഇല്ല റോസി, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തടസ്സമായിരിക്കുന്നത് ഫെർണാണ്ടസ് ആണ്. അയാളുടെ സ്വത്തുക്കളെല്ലാം നിനക്ക് സ്വന്തമാവണം, നീ എനിക്കും. അത് ഈ ജന്മത്തിൽ നടക്കില്ല. നടക്കില്ലെന്നോ? ഒരു കാലത്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ചത് ഈ ഞാനാണ്. അല്ല, എന്നെ കാണിച്ചു കൊടുത്ത് കാശ് സമ്പാദിച്ചത് നീയാണ്. ആ ഹോട്ടലിൽ എച്ചിലെല എടുക്കാൻ വന്നിട്ട് മാനേജറായി. ഇപ്പൊ നീ അതിന്റെ മുതലാളിയായി. എല്ലാം നിനക്ക് വേണ്ടിയാണ്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനൊരു പിച്ചക്കാരന്റെ കൂടെ പോയേക്കും, പക്ഷേ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്നവന്റെ കൂടെ പോവില്ല. ഓഹോ, നീ വലിയ പതിവ്രതയാണോടി? ഛേ, എന്നെ തുടരുത്. ഏയ്. ജെയിംസ്, നീയോ? അതെടാ, നിന്നോട് പറയാത്ത പല ബന്ധങ്ങളും ഞാനും ഇവളും തമ്മിലുണ്ട്. ഇല്ല, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇവനുമായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല. ഒരു ബന്ധവും ഇല്ലെന്ന് അവള് പറയുന്നത് കേട്ടില്ലേ? വിജയ്, നീ ഇതിൽ തലയിടണ്ട, മര്യാദയ്ക്ക് വെളിയിൽ പോ. നീ പറയുന്ന കേട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ വെറും ഒരു വിട്ടിയല്ല ജെയിംസ്. അങ്ങനെയാണെങ്കിൽ ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ
നുള്ളിക്കോടാ. ഇവൾക്ക് വേണ്ടി നീ എന്നെ അടിച്ചു അല്ലേ? നിന്നെ ഞാൻ കണ്ടോളടാ. ഇവളെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയില്ലെങ്കിൽ അപ്പ കാണടാ. പോടാ പോടാ. മൈ ഡിയർ ജെയിംസ്, എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഓപ്പറേഷന് ഡോക്ടർ എനിക്ക് വളരെയധികം ഉപകാരം ചെയ്തു. താങ്ക്സ്. ഡോക്ടർ, ആ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ. ആ, ഇവര് വിജയ്, ലക്ഷ്മി അമ്മയുടെ മകനാ. ഹലോ. ആ, ഡോക്ടർ സിറിയക് ജോൺ. നിങ്ങളുടെ അമ്മയ്ക്ക് പുനർജന്മം കൊടുത്തത് ഈ ഡോക്ടറാ. താങ്ക് യു ഡോക്ടർ. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. It's all right. It's a God grace. ഡോക്ടർ, ആ. ഞാൻ അമ്മയൊന്ന് പോയി കണ്ടോട്ടെ? ആ, ഒരു 2 മണിക്കൂർ കഴിയട്ടെ. ഞാൻ തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. ഓക്കെ. നിങ്ങളായിരുന്നോ? വരൂ, കേറി വരൂ. എന്താ തോക്കൊക്കെ ആയിട്ട് ഒന്ന് വാതിൽ ഉറക്കുന്നത്? ഒരു കഴുകനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാ. എന്റെ ചുറ്റും നടക്കുന്നില്ലേ? ജെയിംസിനെ പറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അന്ന് നടന്ന സംഭവം ഫെർണാണ്ടസിന് അറിയാമോ? ഇല്ല. അതൊക്കെ പോട്ടെ വിജയ്, അമ്മ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഒരു കുഴപ്പമില്ല. നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു. എന്റെ അമ്മ ബ്ലഡ് ക്യാൻസർ കാരണമാ മരിച്ചത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത്. അതിനുവേണ്ടിയാണ് ജെയിംസിന്റെ ഹോട്ടലിൽ ക്യാബറെ നർത്തകിയായത്. അതുമാത്രമല്ല, അമ്മ മരിച്ചതിന് ശേഷം അനിയത്തിമാരെ പഠിപ്പിക്കാനും അവരെ കല്യാണം കഴിപ്പിച്ചയക്കാനും ഞാൻ ജെയിംസിനോട് പണം വാങ്ങിച്ചു. പക്ഷേ പ്രോഗ്രാം അവതരിപ്പിച്ച് പലിശയും മുതലും കൂടെ ഞാൻ തിരിച്ചു കൊടുത്തു. പിന്നെന്താ അവൻ നിന്നെ ഇപ്പോഴും ശല്യപ്പെടുത്തുന്നത്? അവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാത്തതുകൊണ്ടാണ് എന്റെ പുറകെ നടക്കുന്നത്. കത്തിയും തോക്കും കാണിച്ച് ധാരാളം സ്റ്റാമ്പ് പേപ്പറുകളിൽ എന്റെ സൈന്യം വാങ്ങിച്ചിട്ടുണ്ട്. അതിലവൻ എന്ത് വേണമെങ്കിലും എഴുതി എന്നോട് ചോദിച്ചേക്കാം. അതുകൊണ്ടാ അവൻ എന്നെ അടിച്ചു പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. റോസി, നീ ധൈര്യമായിട്ടിരിക്കെ. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ. അതിനുശേഷം ജെയിംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. ഗുഡ് മോർണിംഗ് സർ. ഇതാര്? ജെയിംസാ? ഇരിക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണം കഴിഞ്ഞതിന് ശേഷം മുതലാളി ആ ഭാഗത്തേക്ക് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ മുതലാളി കാണാൻ ഇങ്ങോട്ട് വന്നത്. ജോലി തിരക്ക് കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. പഴയതുപോലെ എൻജോയ് ചെയ്യാൻ നേരം കിട്ടുന്നില്ല. മുതലാളിക്കാൻ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ കുടിക്കാൻ എന്താ വേണ്ടേ? നമുക്ക് കുടിക്കാൻ പറ്റിയൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. ഞാൻ വന്നതിന്റെ ഉദ്ദേശം, നമ്മുടെ ശേഖരെ കോയമ്പത്തൂരിൽ ഒരു ഡയറി ഫാം ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുതലാളി വേണം അഡ്വൈസർ ആയിട്ടിരിക്കാൻ. ഓ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ അതിനൊക്കെ സമയം കിട്ടണ്ടേ?
മുതലാളി ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് വൈകുന്നേരം നമുക്ക് ഹോട്ടലിൽ മീറ്റ് ചെയ്യാം. കുറെ നാളായില്ലേ? ആ, ജെയിംസ്, ഞാൻ പഴയ ഫെർണാണ്ടസ് അല്ല. രാത്രി എത്ര വൈകിയാലും ഞാൻ വീട്ടിലെത്തും. അതിനിപ്പോ എന്താ, ശേഖരൻ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി ഞാൻ തന്നെ കൊണ്ടാക്കാം. ഓക്കെ ഓക്കെ, വാക്ക് മാറ്റില്ലല്ലോ. പ്രോമിസ്. ആ, പിന്നെ പണ്ടത്തെ പോലെ ജോളിയാവാൻ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യണോ? അതൊക്കെ ചോദിക്കണോ? നിന്റെ ഇഷ്ടം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഹലോ, ഡയറി ഫാം ആണോ? ആരാ? വാച്ച്മാൻ ആണോ? മുതലാളി എവിടെ ഉണ്ടോ? ഇല്ലേ? എവിടെ പോയിന്നറിയാമോ? എന്ത്? ജെയിംസിന്റെ കൂടെയോ? ഹലോ, ഹോട്ടൽ ക്യാപിറ്റൽ അല്ലേ? ഫെർണാണ്ടസ് മുതലാളി എവിടെയുണ്ടോ? ജെയിംസ്? ജെയിംസ് കൂട്ടിക്കൊണ്ട് പോയിണ്ടോ? എങ്ങോട്ട്? അറിയില്ലേ? ഓ. ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ശരി, നീ എന്തിനാ എന്നെ വിളിച്ചത്? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. ആ, ഒരു തെളിവും ബാക്കിയില്ലാണ്ട് ഫെർണാണ്ടസിനെ നീ കൊല്ലണം. ആ, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പറയാം. ഇവിടെ നിൽക്കുന്ന കാറ് ഫെർണാണ്ടസിന്റെ അല്ലേ? ആ കാറിന്റെ ബ്രേക്ക് നമുക്ക് അഴിച്ചു മാറ്റാം. ഓക്കെ അല്ലേ? വെരി ഗുഡ് ഐഡിയ. രാത്രി എത്ര വൈകിയാലും വീട്ടിൽ പോകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആഹാ. ഫെർണാണ്ടസ് ഓവറായിട്ട് വെള്ളം അടിച്ച് തന്നെത്താനെ കാറി കയറി പോകുന്ന മാതിരി ഒരു സീൻ ഉണ്ടാക്കും. ശരി, നീ പോയി ബ്രേക്കിന്റെ കാര്യം ശരിയാക്കും. മറ്റേ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോ. മുതലാളി ഒരുപാട് കുടിച്ചിട്ടുണ്ട്. പറയുന്ന കേക്ക്, ഞാൻ കൊണ്ടുവിടാം.
വേണ്ട, ഞാൻ പോക്കോളാം. ഇപ്പോഴെന്തിനാ വീട്ടിലേക്ക് പോകുക? വിജയ് റോസിയുടെ ബെഡ്റൂമിലുണ്ട്. എന്ത് പറഞ്ഞാ? നിന്നെ വിദ്യയാക്കിട്ടാണ് അവനും അവള് സ്വത്ത് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ തന്നെ അവളെ ഞാൻ പോയി കൊല്ലും. മുതലാളി മുതലാളി പറയുന്ന കേക്ക്. മുതലാളി ഞാൻ കൊണ്ടുവിടാം. വിജയ്, എന്താ റോസി ഈ സമയത്ത്? അമ്മ ഉണർന്നേക്ക്, വരൂ പറയാം. ജെയിംസ് ആണ് എന്റെ ഭർത്താവിനെ കൊണ്ടുപോയത്. ജെയിംസ് ആണോ കൊണ്ടുപോയത്? അതെ. അവൻ എന്ത് വേണേലും ചെയ്യും. പോലീസിനോട് പറഞ്ഞാലോ? പറയണം. എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ബാപ്പോ. സിസ്റ്റർ, അമ്മയൊന്ന് നോക്കണേ. ഇപ്പൊ വരാം. ശരി. പത്രം ചൂടുള്ള വാർത്ത. പ്ലാന്റർ ഫെർണാണ്ടസ് കൊല്ലപ്പെട്ടു. ദാരുണാന്ത്യം. പോലീസ് അന്വേഷണം തീവ്രം. പത്രം ചൂടുള്ള വാർത്ത. അമ്മേ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. നമുക്കിന്ന് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്കോ? അതെ അമ്മേ, നമ്മുടെ വീട്ടിലേക്ക് തന്നെ. വേണ്ട വിജയ്, ഞാൻ വീട്ടിലേക്ക് വരില്ല. അവിടെ വന്ന എന്റെ മോളുടെ പാദസരത്തിന്റെ ശബ്ദം വീട് മുഴുവൻ കേൾക്കുന്നുണ്ടാവും. അത് കേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അമ്മേ. വിജയ്, ഞാനൊരു കാര്യം പറയട്ടെ? എന്ത്? അമ്മയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് നിങ്ങൾ വന്നേക്കൂ. ഞാനിപ്പോ ആരും ഇല്ലാത്ത ഒരു അനാഥയാ. അമ്മയെ ഞാൻ നന്നായി നോക്കിക്കോളാം. ഇതാരെ മോനെ? റോസി. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട പണം തന്ന് എന്നെ സഹായിച്ചത് ഈ റോസിയാണ്. ഇന്ന് അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കാണാൻ വന്നതാ. അമ്മേ, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ മോളാ. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വരൂ. പോകാം വിജയ്. മോനെ, ആ റോസി നല്ല തറവാട്ടി പിറന്ന കുട്ടിയാന്ന് തോന്നുന്നു. നല്ല സ്വഭാവമാണ്. എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജാതി പോലും അല്ല. അമ്മേ, നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് ജാതി ഒരു പ്രശ്നമല്ല. റോസിയുടെ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് കരച്ചില് വന്നുപോയി മോനെ. എല്ലാരെയും അവള് രക്ഷിക്കുന്നു. പക്ഷേ അവക്ക് സ്വയം രക്ഷിക്കാനാവുന്നില്ലല്ലോ. അമ്മ ചായ കുടിക്കും. ചില ആൾക്കാരുടെ ജീവിതം അങ്ങനെയമ്മേ. അമ്മയുടെ അസുഖം മാറ്റാൻ ആ ഡോക്ടർക്ക് കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ? അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ് മോനെ. റോസിയുടെ ജീവിതവും ഉത്തരമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. അയ്യോ സാർ, പാൽ അകത്തേക്ക് വെച്ചേക്ക്. ശരി. അയ്യോ. എന്തു പറ്റി? എടാ ദ്രോഹി, നീയോ? വിജയ്, ഇവനും ചേർന്നാണ് അന്ന് നമ്മുടെ വിമലയെ കടത്തിക്കൊണ്ടുപോയത്. എവിടെ പോന്നടാ? ഇവിടെ വാ, പറടാ. വിമല എവിടെ? ഞാൻ പറയാം. ആ സംഭവം നടക്കുമ്പോ ഞാനും റോസിയും ജെയിംസിന്റെ കൂടെ ഉണ്ടായിരുന്നു.
ജെയിംസേ ഇങ്ങോട്ട് വാ. ജെയിംസ് ഇല്ല സാർ. അവളെ എൻ്റെ റൂമിലേക്ക് വരാൻ പറ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ശരി സാർ, ഞാൻ എന്നാ ജോർജിന്റെ അടുത്ത് പറയാം. ചെല്ലേ പോ. റോസി ഇതുവരെ റെഡിയായില്ലേ? കമൺ ക്യൂക്ക്. ഈ മുഖംമൂടി ഒരു ദിവസം വെളിച്ചത്താവും. എന്ത് പ്രശ്നം വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കാരണം നീ എൻ്റെ ഭാര്യയാവേണ്ടവളാണ്. അപ്പൊ എന്തിനാ എന്റെ കാരണം പറഞ്ഞ് വഞ്ചിക്കുന്നത്? പണത്തിനു വേണ്ടി. നിന്നെ സ്റ്റേജിൽ കാണുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം നിന്നെ വേണം തോന്നും. റോസി, നമുക്ക് ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങണം. അതിനുശേഷം നമ്മുടെ കല്യാണം. അയ്യോ, വലിയ പുലിയാ. നോക്കി നടന്നോ. എനിക്കറിയാം. ധാരാളം പണം കിട്ടും വേഗം. ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ ജോർജേ, നല്ല ചുമര്. നീ പോടാ, പുറത്തേക്ക് പോടാ. നീ പുറപ്പെട. പിന്നെ നമ്മുടെ ആവശ്യമില്ല. വേഗം പുറത്തു പോടാ. ഹലോ. റോങ് നമ്പർ. ഛേ, നാശം. ഉറങ്ങാനും സമ്മതിക്കില്ല. ഏയ് ഏയ്, ആരാ നീ? എണിക്കടി. സർ, എന്നെ ഒന്നും ചെയ്യരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെറും 25 രൂപയ്ക്ക് വേണ്ടി ഈ ജോലിക്ക് വന്നത്. ജെയിംസ്, ജെയിംസേ, ജെയിംസ്, നീ ഇവിടെ ഇരിക്കണം. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് വിശ്വാസവഞ്ചന കാണിക്കാൻ. ഐ ആം റിയലി സോറി. വേണം ഞാൻ നിന്റെ പണം തിരിച്ചു തന്നേക്കാം. എനിക്ക് അവളാണ് വേണ്ടത്. അത് മാത്രം നടക്കില്ല. നിനക്ക് എല്ലാ കാര്യവും അറിയുന്നതല്ലേ. റോസി, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്ത് 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 എന്ത്? റോസിയെ നീ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ? ഇക്കാര്യം നിനക്ക് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നോടാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ സാറേ, ഇന്ന് റോസി ബുക്ക് ചെയ്തിരിക്കുന്ന ഫെർണാണ്ടസ് മുതലാളിയാ. അതിനെന്താ? റോസിക്ക് പകരം വന്നവൾ പേടിച്ച് ഓടിക്കളഞ്ഞു. ഈ സിറ്റുവേഷനിൽ റോസിയെ മുതലാളിക്ക് അയക്കണമെന്ന് തോന്നുന്നു. റോസി അയക്കാനോ? വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ ഫെർണാണ്ടസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. പെട്ടെന്ന് അങ്ങനെ ആരെ കിട്ടാനാ? എനിക്കറിയാവുന്ന ഒരുത്തിയെ ഓർമ്മ അവള് വരുമോ? വരുമോന്ന് അറിയില്ല, നോക്കാം. നോക്കിയാ പോരാ, എങ്ങനെയാലും കൂട്ടിക്കൊണ്ടുവരണം. അയ്യോ, ശങ്കർ, വിമലേ, വരൂ. നമ്മൾ തമ്മിൽ കണ്ട് 2 ദിവസമായി. നമ്മുടെ കല്യാണ ഏർപ്പാടുകളൊക്കെ നടക്കുകയാണ്. അകത്ത് പോയി സംസാരിക്കാം, വാ.
നിർത്തുന്നുണ്ടോ? എപ്പോഴും ഈ ഡാൻസ് തന്നെയാ. ഈ കത്തൊന്ന് വായിച്ച നിന്റെ ചേട്ടൻ വിജയുടേതാ. ശരി അമ്മേ. സ്നേഹം നിറഞ്ഞ അമ്മയും വിമലയും വായിച്ചറിയുവാൻ, എനിക്കിവിടെ ജോലി തിരക്ക് കൂടുതലാണ്. വിമലയുടെ കല്യാണ നിശ്ചയ കാര്യം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സ്വർണം വായിക്കാനും പിന്നെ കല്യാണ ചെലവിനുള്ള പൈസക്ക് വേണ്ടി ഞാനിവിടെ ലോൺ ചോദിച്ചിട്ടുണ്ട്. പൈസ കിട്ടിയതും ഞാൻ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തും. സ്നേഹം നിറഞ്ഞ വിജയ്. ഇവിടെ ഉണ്ടായിരുന്ന വരി വാന്നേ. ആരാ നിങ്ങള്? നമസ്കാരം. ഇവര് ആരാ? പറയാം. ഞങ്ങള് സിറ്റിയിലിരുന്നാ വരുന്നത്. ക്ഷേത്രത്തിലെ ഒരു ഡാൻസ് പരിപാടി, പ്രധാനമായിട്ടുള്ള ഡാൻസർ ആക്സിഡന്റിൽ മരിച്ചു. എന്റെ അമ്മ ഇന്നത്തെ ഒരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, ഇല്ലെങ്കിൽ അവരെല്ലാം അമ്പലത്തിന് തീ വെക്കും. അയ്യോ, മോളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാണല്ലോ. ഇനി ഡാൻസിനൊന്നും അയക്കാൻ പറ്റില്ല. എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം. അയക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഈ ഒരു പ്രാവശ്യം അയക്കുന്നേ, പിന്നീട് കല്യാണം കഴിച്ചു വെച്ചാ പോരെ. മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ? എന്താ പറയുന്നത്? വേണ്ടമ്മേ. മിണ്ടാതിരിക്കടി. പുറത്തു പോകാനാ പറഞ്ഞത്. പെടയല്ലേ പെടയല്ലേ പെടയല്ലേ. ശക്തി നടക്കടി. ആ ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഈ ഡ്രസ്സ് വേഗം ഇട് വിമലേ. ഞാൻ ഇടില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോണം. എന്താ ഇവിടെ മര്യാദക്ക് ഡ്രസ് എടുത്തിട്ട് പറഞ്ഞ കേക്ക്. ഇല്ല, ഞാനിത് ഇടില്ല. എടാ ജോർജ്, വരുന്നു സാർ. എന്താ ഇവിളത്തെ ഡ്രസ് എടുത്തിടാൻ പറ. മര്യാദക്ക് ഡ്രസ് ഇട്ടില്ലെങ്കിൽ നിന്റെ ജീവൻ പോകും കേട്ടാ. എടുത്തെറി. എടുത്തിടാൻ പറഞ്ഞു. ശബ്ദം ഉണ്ടാക്കിയ നിന്റെ ശവം പോലും ഇവിടുന്ന് പോരാ. എടുത്തെറി. ഞാൻ ഇടില്ല. പറഞ്ഞ കേൾക്കില്ലടി. വലിച്ചു കീറണ എടുത്തിടാൻ. എടുക്ക്. ശവം പോലും പുറത്തു പോരാ. എടാ ജോർജേ, അവള് എവിടാ? ഇപ്പൊ വരും. എന്തൊരു തിരക്ക്. നീ ഒഴിക്ക്. ആദ്യം പിന്നെ സംസാരിക്കാം. ഒഴിക്കാം. ഒന്ന് വേഗം ഒഴിച്ച് താടാ. ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടാ. വാചക അടിക്കാതെ ഒഴിക്കടാ. ഒഴിച്ചു ഒഴിച്ചു. എന്നാ പിടി. പിന്നെ അയ്യോ, റോസ് ഇപ്പൊ വരും. പക്ഷെ അതുവരെ അവളാണെന്ന് ഞാൻ വിചാരിച്ച അങ്ങനെ അങ്ങോട്ട് അങ്ങനെ വിചാരിക്കരുത്. നീ വേഗം അവളെ വിളിച്ചിട്ട് വേണം. എന്താടാ വായി നോക്കി നിൽക്കുന്നത്? എടുത്ത് എവിടെയെങ്കിലും കളയാൻ നോക്ക്. അയ്യോ, മുതലാളി ഇതാ പോകുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ മുതലാളി? എനിക്കറിയില്ല ഡോക്ടർ.
എല്ലാം സംഭവിച്ചു പോയി. എന്റെ ബിസിനസ് റെക്കോർഡുകളും 1,00,000 രൂപയും ഹോട്ടലിൽ നഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് വലിയ പ്രശ്നം. അതങ്ങാണ് പോലീസിന്റെ കൈ കിട്ടിയാ നിങ്ങളുടെ കാര്യം കട്ടപ്പോക. ജീപ്പിന്റെ ശബ്ദമാണല്ലോ. പോലീസാണോന്ന് പോയി നോക്കാം. ആ, ഞാൻ ഇപ്പൊ നോക്കിയിട്ട് വരാം. മുതലാളി, അത് പോലീസ് ജീപ്പല്ല, ഏതോ ഒരു ടാക്സിക്കാറാ. അതിൽ പെണ്ണുങ്ങളാ വന്ന് ഇറങ്ങിയേക്കുന്നത്. പെണ്ണുങ്ങളോ? അതെ. നിങ്ങളോ? അതെ മുതലാളി, ജെയിംസിനെയും ഹോട്ടലിലെ ജീവനക്കാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നു മുതലാളി. ഇത് മുതലാളിയുടെ സൂട്ട്കേസ് അല്ലേ? എല്ലാം ഇതിലുണ്ടോന്ന് നോക്കിക്കേ മുതലാളി. വേഗം നോക്ക്. ഓ ഡോക്ടർ, എന്റെ റെക്കോർഡുകളും പണവും ഇതിനകത്തുണ്ട്. ഇവരെന്ത് ചോദിച്ചാലും ഇവർക്ക് കൊടുക്കാം. ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങളെ ആ ഹോട്ടലിലേക്ക് അയക്കാതിരുന്നാൽ മാത്രം മതി. ഇവിടെ എന്തെങ്കിലും ജോലി തന്ന പോലീസിന്റെ കണ്ണിൽ പെടാതെ ഞങ്ങൾ ജീവിച്ചോളാം മുതലാളി. ഡോക്ടർ, ഇവരെനിക്ക് ചെയ്ത സഹായത്തിന് ഇവരെ ഒഴിവാക്കുന്നത് ശരിയല്ല. ജോർജ് ഇവിടെ ജോലി ചെയ്യട്ടെ, റോസി എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യട്ടെ. അങ്ങനെയാണ് റോസി മുതലാളിയുടെ ഭാര്യയാകുന്നതും എനിക്ക് അവിടെ ജോലി കിട്ടുന്നതും. മുതലാളി ജെയിംസിന് 2,00,000 രൂപ കൊടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ദൈവം വിട്ടില്ല. വിമലയുടെ ബോഡി കൊണ്ടുപോയിട്ട് അതേ സ്ഥലത്ത് തന്നെ മുതലാളി കാറിടിച്ചു മരിച്ചു. ദൈവം അവന് നല്ല ശിക്ഷ നൽകി. വിജയ് സാർ, ഞാൻ വരട്ടെ. എന്റെ കുടുംബം നശിപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. എനിക്കിനി അവളെയാണ് കാണേണ്ടത്, ആ റോസിയെ. റോസി, എന്താ വിജയ്? എന്താ വിജയ്ന്നോ? എടി ദ്രോഹി, നിന്റെ ഭർത്താവായിരുന്ന ആ ദ്രോഹിയെ എന്റെ കൈകൊണ്ട് കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ലടി. എന്നാലും എന്റെ സഹോദരി വിമല എങ്ങനെ മരിച്ചുപോ, അതേപോലെ തന്നെ അവനും കൊല്ലപ്പെട്ടു. നിങ്ങളുടെ പെങ്ങളോ? അതേടി, നിന്റെ വ്യഭിചാര തൊഴിലിനു വേണ്ടി അന്ന് രാത്രി കടത്തിക്കൊണ്ട് വന്നില്ലേ, അവൾ എന്റെ കൂടെ പിറന്ന സഹോദരിയാണ്. വിജയ്, ബഹളം വെക്കണ്ട, നിന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയാണ്. എന്നെ കൊന്നേക്കും. എന്റെ ജീവന് ഈ ലോകത്ത് യാതൊരു വിലയില്ല. ഞാൻ വേശിയേക്കാളും മോശമായുള്ള. ഞാൻ എന്റെ കൂടെ പിറപ്പുകൾക്കായി ജീവിച്ചു, പക്ഷെ അവർക്ക് ഞാൻ ഇന്ന് വേണ്ടാത്തവളായി. ജെയിംസിന് വേണ്ടി ഞാൻ ജീവിച്ചു. ആ ദ്രോഹി എന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുക. ഒടുവിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. സ്നേഹമോ? നിനക്കോ? എന്നെ ചീത്ത പറഞ്ഞോളൂ, അടിച്ചോളൂ, പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള കാരണം നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. എന്റെ ജീവനേക്കാൾ അമൂല്യമാണ് നിങ്ങളുടെ ജീവൻ. അതിന് ഞാൻ ഇന്ന് ചുമന്നോണ്ടിരിക്കുക. റോസി, അതെ, ഞാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു. എന്റെ ആഗ്രഹം പോലെ ആ ജീവനെ രക്ഷിക്കാൻ പറ്റില്ല. ജെയിംസിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് അനാഥയായി റോഡിൽ നടന്നേനെ. അങ്ങനെ മരിക്കുന്നതിലും ഭേദം ഞാൻ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ മരിക്കുന്നത്. ഇല്ല റോസി, നിനക്കൊരിക്കലും അങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ജെയിംസ്, യെസ്, കം ഇൻ. നീയോ? ഞാൻ നിന്റെ ശത്രുവായിട്ടല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ആ വ്യഭിചാരി റോസിക്ക് വേണ്ടി എന്നെ കൊല്ലാൻ വന്നവനാണ് നീ. ജെയിംസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതിനുശേഷം എന്നെ കൊല്ല്. വിജയ്, നീ നമ്മളെ ശത്രുക്കളാക്കാൻ വേണ്ടി ആരോ ഒരു കളി കളിക്കുന്നുണ്ട്. ആര്? നീ പറഞ്ഞുകൊണ്ടല്ലേ ഫെർണാണ്ടസിന്റെ അവകാശിയായിട്ട് റോസിയെ വെച്ചത്? അതെ, പക്ഷേ ഫെർണാണ്ടസ് അവരുടെ അവകാശിയായിട്ട് വെച്ചിരിക്കുന്നത് റോസിയെ അല്ല, പിന്നെ റോസിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അങ്ങനെ അയാൾ ചെയ്തതുകൊണ്ട് തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ബോണ്ട് പേപ്പേഴ്സിന് യാതൊരു വിലയുമില്ല. സത്യമാണോ നീ പറയുന്നത്? അതെ, പക്ഷേ ആ ബോണ്ട് പേപ്പറിൽ ഇട്ടിരിക്കുന്ന ഡേറ്റ് കാലാവധിയാവുന്നതിന് മുമ്പ് ആ സ്വത്തുക്കൾ നിനക്കോ റോസിക്കോ കൈക്കലാക്കാനുള്ളൊരു അവസരമുണ്ട്. ഇതാ, എല്ലാം ഇതിലുണ്ട്.
ഇതിന് വാല്യൂ ഉണ്ട് ജെയിംസ്. വേറെ ഉണ്ടോ ബോണ്ട് പേപ്പേഴ്സ്? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ സ്വത്തുക്കൾ എങ്ങനെയും എൻ്റെ കൈവശം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. ഇപ്പോ എനിക്ക് നീ ഒരു സഹായം ചെയ്യേണ്ടതായിട്ടില്ല. കാരണം സ്വത്തുക്കളെല്ലാം റോസിയുടെ കുഞ്ഞിന് കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. വിജയ്, റോസി പ്രസവിക്കാൻ പോകുന്നത് എന്റെ കുഞ്ഞിനെയാ. ഗുഡ് ബൈ. എടാ ദ്രോഹി, എടാ നിറത്തോക്കുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരും, എന്റെ പെങ്ങളെ കൊന്നതിന് പകരം വീട്ടാനായിട്ട്. നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു ദിവസം അറുതിയുണ്ടാവും. എല്ലാം ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ശരിയാണെന്നാണ് അമ്മ പറയുന്നത്. ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ ഇല്ല മോളെ. ധാരാളം നന്മകൾ ചെയ്ത പാപങ്ങളൊക്കെ പോകുന്നു പറയാറുണ്ട്. എന്തായി വിജയ്? നീ ഒപ്പിട്ട പേപ്പറുകളെല്ലാം ഇതിലുണ്ടോ നോക്ക്. ഉണ്ട്. ജെയിംസിനെ പറ്റി ഓർത്തിന് പേടിയില്ലല്ലോ? ഇല്ല. ഇനി നമ്മളൊക്കെ പേടിക്കേണ്ട ഒരാളും കൂടിയുണ്ട്. അതാരാമേ? നമ്മുടെ റോസിയുടെ വയറ്റിൽ വളരുന്ന എന്റെ പേരക്കുട്ടി നമ്മളെക്കാട്ടിലൊക്കെ പണക്കാരനല്ലേ? ചതിയൻ, അവനെ കൊല്ലാതെ എനിക്ക് മനസ്സമാനം ഉണ്ടാവില്ല. നീ ടെൻഷൻ ആവല്ലേ? അവനെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോയിട്ട് എന്താ കാര്യം? റോസിയും റോസിയുടെ പണവുമാണ് നമുക്ക് മുഖ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. എവിടാ ജെയിംസ്? പറയടാ, എവിടെ ജെയിംസ് എന്നാ ചോദിച്ചത്? പറയാൻ. അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പറയുന്നതാണ് നിനക്ക് നല്ലത്. റോസി അവൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? പറയേ. ഞാൻ പറയാം. അവരാ നമ്മുടെ ഫാക്ടറിയിലുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ശേഖരനെ കൊന്ന കുറ്റത്തിന്. ശേഖരനെ കൊന്നത് ഞാനല്ല, ജെയിംസ് ആണ്. അതൊക്കെ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി.
പിടിക്കാം. വാടി, ഇറങ്ങി വരാൻ. ഇറങ്ങി വാടി. ഏയ്, വാടി ഇങ്ങോട്ട്. കേറ്. മാറി നിക്കടി. പിന്നെ നീ ഒന്നും ചെയ്യണ്ട. ഇതിൽ ഒപ്പിട്ടാൽ മാത്രം മതി. ഒപ്പിടേ. ജെയിംസ് ഒരു കാര്യം പറഞ്ഞ അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഒപ്പിടടി. ഒപ്പിടാൻ. ജീവനോടെ ഇവിടുന്ന് പോണോ? എന്നാ ഒപ്പിട്. ഒപ്പിടാനാ പറഞ്ഞേ. അതും ഞാനാ.